ജനീവ ചർച്ചയ്ക്ക് മുന്നോടിയായി കരാർ നിർദ്ദേശം ഇറാൻ മധ്യസ്ഥ രാജ്യമായ ഒമാന് കൈമാറിയതായി റിപ്പോർട്ട്. ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ഇറാൻ അറിയിച്ചു. ചൈനയിൽ നിന്ന് കപ്പൽവേധ ക്രൂയിസ് മിസൈലുകൾ സ്വന്തമാക്കാൻ ഇറാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നടപടി അമേരിക്കയ്ക്ക് തിരിച്ചടിയായേക്കുമെന്ന മുന്നറിയിപ്പുമായി പെന്റഗൺ. എന്നാൽ ഇത്തരം വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ ഉണ്ടായില്ലെങ്കിൽ ഇറാനെ കാത്തിരിക്കുന്നത് മോശം ദിവസമാണെന്ന് ട്രംപ്. ബെയ്റൂത്ത് എംബസിയിൽ നിന്ന് ഭൂരിഭാഗം ഉദ്യോഗസ്ഥരെയും മാറ്റി അമേരിക്ക. നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട പെന്റഗണും US പ്രസിഡന്റും രണ്ട് തട്ടിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. US പ്രസിഡന്റ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? സംഘർഷപൂർണമായിട്ടുള്ള ഒരു അവസ്ഥ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് പെന്റഗണും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റിനും ഇടയിൽ വലിയ ഭിന്നത രൂപപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ ഇന്നലെ മുതൽ തന്നെ പുറത്തു വരുന്നത്. ട്രംപ് ഔദ്യോഗികമായിട്ട് ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. സൈനിക മേധാവിക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു വിയോജിപ്പില്ല. അങ്ങനെ വരുന്ന വാർത്തകൾ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല. അത് തീർത്തും വാസ്തവ വിരുദ്ധമാണ് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇറാനെതിരായിട്ടുള്ള ഏതൊരു ആക്രമണത്തിനും ഉത്തരവിടേണ്ടത് വ്യക്തിപരമായി താനാണ്. അതുമായി പൂർണ്ണമായിട്ടും സൈനിക നേതൃത്വം സഹകരിക്കും എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. വലിയ തോതിലുള്ള യുദ്ധത്തിന്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് അമേരിക്ക തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒരുപക്ഷെ ഇറാനുമേൽ കൂടുതൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം തുടരുക എന്നൊരു നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ പോർ വിമാനങ്ങളും മറ്റ് യുദ്ധസാമഗ്രികളും ഈ മേഖലയിലേക്ക് എത്തിച്ചതിന്റെ പുതിയ വിവരങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്പം മുമ്പ് ഇറാനിയൻ സേന സദേൺ തീരപ്രദേശത്ത് വ്യാപകമായിട്ടുള്ള ഡ്രിൽ ആരംഭിച്ചതായിട്ട്, അഭ്യാസങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചൈനയും റഷ്യയുമായിട്ട് കൂടുതൽ ആയുധങ്ങൾ സ്വന്തമാക്കാനുള്ള ചില കരാറുകളിൽ ഇറാൻ എത്തിച്ചേരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇന്നലെയും ഇന്നുമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവ സൈനിക മുന്നൊരുക്കങ്ങൾ ഇരു രാജ്യങ്ങളും അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ എല്ലാ ശ്രദ്ധയും ഇപ്പോൾ ജനീവ ചർച്ചയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയിൽ പരിഗണിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ചില ഉപാധികളാണ് ഇപ്പോൾ ഇറാൻ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള ഒമാന് കൈമാറി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അമേരിക്ക പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി തന്നെ നിർത്തിവെക്കണം എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്ന നിർദ്ദേശം കൂടി അമേരിക്ക മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉപരോധം പിൻവലിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറക്കുക എന്ന് കൂടി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചർച്ച വിജയിച്ചിട്ടില്ല എങ്കിൽ അടുത്ത നീക്കം എന്തായിരിക്കും? അത് സൈനിക നടപടിയിലേക്ക് തന്നെ നീങ്ങുമോ? അതല്ല ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ അവസാനം തീരുമാനിക്കുന്നത്, അത് ഏത് വിധത്തിൽ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളായിരിക്കുമെന്ന് ഇറാൻ സൈനിക നേതൃത്വം അല്പം മുമ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ആരംഭിക്കാൻ ഒരു പക്ഷേ അവർക്ക് സാധിച്ചേക്കാം. പക്ഷെ അതിന്റെ വിനാശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് പോകുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് തിരക്കിട്ട ആശയവിനിമയം തുടരുന്നുണ്ട്. പക്ഷേ ജനീവ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ കൂടുതൽ കലുഷിതമായിട്ടുള്ള അവസ്ഥയായിരിക്കും മേഖലയെ കാത്തിരിക്കുന്നത്. അനിഷ. നാസർ, ഇരു വിഭാഗങ്ങളും സൈനിക അഭ്യാസം തുടരുന്നുണ്ട്. അതിനർത്ഥം പരസ്പരം ഒരുപക്ഷെ ഇവർ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമായിരിക്കാം അതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രത്യക്ഷ ആക്രമണത്തിലേക്കാവില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മുന്നറിയിപ്പുള്ളത്, ഇസ്രായേലിന് അനുകൂലമായി ഒരു സൈനിക നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകും എന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളുമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ജനീവയിൽ നടക്കുന്ന ചർച്ച ഏത് രീതിയിലായിരിക്കും ബാധിക്കാൻ സാധ്യതയുള്ളത്? അനീഷ, ഇസ്രായേൽ മാധ്യമങ്ങൾ ഇസ്രായേലിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് വരുന്നത് യുദ്ധം എന്തായാലും അനിവാര്യമാണ്, യുദ്ധം ഉണ്ടാകുമെന്ന ഒരു കൃത്യമായിട്ടുള്ള സിഗ്നലുകളാണ്
ഇസ്രായേൽ നേതൃത്വത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ ഇസ്രായേലിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഈ സേന എല്ലാ അർത്ഥത്തിലും സജ്ജമാണെന്ന് ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ മുൻനിർത്തിക്കൊണ്ട് ആദ്യം ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ടായിരിക്കുമോ ഇറാന് നേരെ ഒരു ആക്രമണത്തിനുള്ള സാധ്യത എന്നത് സംബന്ധിച്ച കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ ജനീവ ചർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും കാത്തിരിക്കുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന ആ ചർച്ച നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് ആ ചർച്ചയിൽ പുരോഗതി ഉണ്ടാകുമെന്ന ആശങ്ക മധ്യസ്ഥ രാജ്യങ്ങൾക്കുമുണ്ട്. കുറെ കൂടി പരമാവധി രണ്ടു രാജ്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പുരോഗതി ഉള്ളതായിട്ട് ഇരു വിഭാഗത്തിന്റെയും വൃത്തങ്ങളിലൂടെ അല്ലെങ്കിൽ അവർ രണ്ട് രാജ്യങ്ങളുടെയും മാധ്യമങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. തിരക്കിട്ട ആശയവിനിമയമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം തീരുവയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി, ആഭ്യന്തരമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനെതിരെ ഇത്രയും വലിയ തുക ചെലവിട്ടുകൊണ്ടുള്ള ഒരു സൈനിക മുന്നൊരുക്കങ്ങളോട് വിയോജിപ്പുള്ള വലിയൊരു വിഭാഗം ജനങ്ങളും അമേരിക്കയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ കേന്ദ്രങ്ങൾ, വ്യോമ കേന്ദ്രങ്ങളോ അതോടൊപ്പം തന്നെ കരമാർഗമോ ഒന്നും തന്നെ ഇറാനെതിരെ പ്രയോജനപ്പെടുത്തരുതെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലാണ് അവരും നിൽക്കുന്നത്. അതുകൊണ്ട് പല എതിർ ഘടകങ്ങളും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ബ്രിട്ടൻ പോലും തങ്ങളുടെ സൈനിക താവളം ഇറാനെതിരായിട്ടുള്ള നീക്കത്തിന് ഉപയോഗിക്കരുതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം പെന്റഗൺ തിരക്കിട്ട ഒരു സൈനിക നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് തങ്ങൾക്ക് പല നിലക്കും തിരിച്ചടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് ട്രംപിന് നൽകിയിരിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ട്രംപ് ഇത് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായിട്ടും യുദ്ധസന്നദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല അമേരിക്ക നിലനിൽക്കുന്നത്. അവരുടെ സൈനികരും ആ ഒരു ആത്മവീര്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനീവ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ കൂടി കലുഷിതമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും വരുന്നത്. അതിനെ മറികടക്കാനുള്ള ഏറ്റവും അവസാനപ്പെട്ട നീക്കങ്ങളാണിപ്പോൾ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നതും. അനീഷ.